ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനുള്ളത് ഇപ്പം ഇരിട്ടിയിലാണ്, എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീടിൻ്റെ പുറത്തുള്ള ഒരു കടയിൽ വന്നിട്ടുള്ളത്. ടൗണിൽ സാധനം വാങ്ങാൻ പോകുന്ന പോക്കാണ്. അപ്പം ശരിക്കും നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കാര്യം എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച. ആ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇതേ ഇപ്പം ഞാനിതേ അവിടുന്ന് വന്നു, ടൗണിലേക്ക് പോവാണ്. വണ്ടി ഇവിടെ ഉണ്ട്, ഇതിവിടെ കണ്ടോ, ഒരു ഹാൻഡ് വാഷിംഗ് കോർണർ. നമ്മുടെ നാട്ടിലത്തെ ഇവിടുത്തെ കുറച്ച് യുവാക്കൾ ചേർന്നിട്ട് ഒരു ഹാൻഡ് വാഷിംഗ് കോർണർ, ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ട്, അതുപോലെ കഴുകാനുള്ള ബക്കറ്റ് ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് തന്നെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ നാടായ ഇരിട്ടിയിൽ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഈ ബ്രേക്ക് ദ ചെയിൻ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇരിട്ടിക്കാർ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നടത്തുന്നത്, അല്ല അവർ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് വേണ്ടി കൈ കഴുകാൻ വേണ്ടി എന്തൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, ഇതൊക്കെയാണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പം വണ്ടി ഇവിടെ ഉണ്ട്, നമ്മുടെ പുതിയ വണ്ടി 310RR. നമുക്ക് നല്ല വിടാം. പിന്നെ എൻ്റെ ഹെൽമെറ്റ് ക്യാമറയല്ല, ഈ ഒരു ഹെൽമെറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് റണ്ണിങ്ങുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് നേരെ വിടാം. ഇത് ഞങ്ങളുടെ ജംഗ്ഷനാണ്, പൈഞ്ചേരി മുക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ വശത്ത് നിന്ന് വരുന്നത് പേരാവൂർ ഭാഗത്തുനിന്ന് വണ്ടികളാണ്, ഈ വശത്ത് നിന്ന് തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് നിന്ന് മട്ടന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ കേട്ടോ. ഇതിപ്പോൾ ടൗണിലേക്ക് പോകുന്ന സ്ഥലം. ഇവിടെയും ഇവരൊരു ഹാൻഡ് വാഷ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ഡെറ്റോളൊക്കെ തൂക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, വെള്ളമുണ്ട്, ഡെറ്റോളുണ്ട്, പിന്നെ ഡ്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കണ്ണൂർ തലശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് അല്ലെങ്കിൽ ഈ വരുന്ന ബസ് യാത്രക്കാർക്ക് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. ഇവിടെ ഇറങ്ങിയിട്ട് നേരെ വന്ന് ഇവിടുന്ന് കൈ കഴുകിയിട്ട് അവിടുന്ന് കൊണ്ടുവന്ന കൊറോണേനെ മൊത്തം ഇവിടെ കഴുകിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ഡ്രമ്മ് നിറച്ചും വെള്ളമുണ്ട്. പിന്നെ 3 പേർക്ക് ഒരേ സമയത്ത് കൈ കഴുകാം കേട്ടോ. പിന്നെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ്. ഇവിടെ കണ്ടോ, പോലീസുകാർക്ക് മാസ്ക് കിട്ടുന്ന പാവങ്ങൾ നട്ടപ്പൊരു വെയിലത്ത് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചി കൈ കാണേ, കയ്യിലും കൈക്കോട്ടാ. ഹാൻഡ് വാഷ് ഇട്ടോ, ഹാൻഡ് വാഷാ. ഓക്കെ, ചേച്ചിക്കെല്ലാം കൊറോണ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. കൈ കഴിക്കോ, എഴുന്നേരുന്ന മണത്തണേന്നില്ല കൊറോണ നമുക്ക് ഇരിട്ടിക്കാർക്ക് വേണ്ട. നിങ്ങൾ കൈയായിട്ട് പോയാൽ മതി. ഇത് വെറുതെ വീഡിയോ പിടിക്കുന്ന നിങ്ങൾ കൈ ചെയ്യുന്നില്ലേ, ഇത് പിടിക്കോ. ഇതാ ഇത് യൂട്യൂബ് ചാനലിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ടൗണിലേക്ക് വിടാം കേട്ടോ. ആ പറഞ്ഞ പോലെ തന്നെ അടുത്ത നാട്ടിലെ കൊറോണ നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് എല്ലാവരും ചിന്തിച്ചാൽ തന്നെ കൊറോണ നമ്മുടെ നാട്ടിൽ വരില്ല കേട്ടോ. ഇത് ശരിക്കും ഈ കീഴൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ണൂർ മട്ടന്നൂർ ഭാഗത്തുനിന്ന് വണ്ടികൾ ഇതുവഴിയാണ് നേരെ നമുക്ക് ടൗണിലേക്ക് പോകുന്ന റോഡ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ടേക്കൊരു റോഡുണ്ട്, ഇതൊക്കെ ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടെ കാണാം ചെറിയൊരു ബക്കറ്റിൽ ഇവർ വളരെ കഷ്ടപ്പെട്ട് ചെറിയ പൈപ്പൊക്കെ വെച്ചിട്ട് ഒരു ഹാൻഡ് വാഷും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. ഇതിലാരാ വെള്ളം നിറയ്ക്കുന്നവരാ എന്നുവെച്ചാൽ പുറത്തുള്ള കൊറോണ കീവരൊക്കെ വേണ്ടതല്ലേ. കൊറോണയിൽ അവിടെ കൈ വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ വളരെ നല്ല കാര്യം. ഉഷാറാക്ക്. അപ്പം ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ കേട്ടോ കണ്ടത്. ഇനി നമുക്ക് നേരെ ടൗണിലേക്ക് പോകാം. ഓക്കെ, ഇത് ഇരിട്ടി ടൗണാണ്. ഇരിട്ടി ടൗണിൻ്റെ താഴെ വശമാണ്. അപ്പം ഇവിടെയും ഒരു വാഷ് ബേസ് ഉണ്ട്, ഏകദേശം 4ഓളം വാഷ് ബേസ് ഉണ്ട്. അപ്പം ഇവിടെയും വലിയ ഡ്രമ്മുണ്ട്, 4 പേർക്ക് ഒരുമിച്ച് കഴുകാൻ പറ്റും. താഴെ സ്റ്റാൻഡിലാണ്, ഓട്ടോ സ്റ്റാൻഡിൻ്റെയൊക്കെ പുറകില്ല കേട്ടോ. മൊത്തത്തിൽ 4 വാഷ് ഇപ്പം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തും കൂടി പോയി നോക്കാം. അപ്പം ആ കാണുന്നതാണ് ഇരിട്ടി ബസ് സ്റ്റാൻഡ് കേട്ടോ. അതാണ് ഇരിട്ടി ബസ് സ്റ്റാൻഡാണത്. ഈ പോകുന്നതാണ് ഇരിട്ടി ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡാണിത്. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന യാത്രക്കാർക്കും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന യാത്രക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വശത്തായിട്ട് ഇവിടെ ഹാൻഡ് വാഷിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ ഈ കല്യാണ ആവശ്യമൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് വെക്കുന്നില്ല, ആ ടൈപ്പിൽ കേട്ടോ. അത് വാടകയ്ക്ക് എടുത്തിട്ട് പൈപ്പും വെള്ളമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെയും സോപ്പുണ്ട്, ഇവിടെയും സോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വാഷും ബ്രേക്ക് ദ ചെയിനിൽ തന്നെ ക്യാമ്പയിനും അതിൻ്റെ ബോർഡറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 5ാമത്തെ കണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത ഇനി ടൗണിൽ എവിടെയുള്ള നോക്കാം. അവരൊരു ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശത്തായിട്ട് ഇവിടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വക, ആരോഗ്യ വകുപ്പിൻ്റെ വക ഒരു ചെറിയ സ്റ്റാളുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൊറോണ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിൽ കംപ്ലീറ്റ് കൊറോണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സ്റ്റാഫുകളുണ്ട്. അവരിവിടെ നമ്മുടെ ഇത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നല്ല, വേറെ എന്താ ഇവിടെ ചെയ്യുന്നത്? ബസ്സിൽ വരുന്ന പാസഞ്ചേഴ്സിൻ്റെ ആണോ? ഇതിലൊരു ചുമ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണോ അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ പേഷ്യൻ്റ് ഇപ്പം ഒരാൾ വരുവാണെങ്കിൽ അയാൾ എവിടുന്ന ട്രാവൽ ചെയ്ത് വന്നേന്നുള്ളത്, പിന്നെ ഈ ഒരു കേസുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടോ അങ്ങനെയുള്ള ഹിസ്റ്ററി എടുക്കും. അപ്പോൾ എങ്ങനെ മനസ്സിലാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വമേധയാ വരുമോ അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ? അവരിവിടെ വരുന്നുണ്ട്, ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ ഇതായത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ ടൗണിലേക്ക് പോകാം. ഓക്കെ,
അപ്പോൾ അത് പിന്നീട് ഇത് ഗവൺമെൻറ്റിനെ കൊടുക്കുക നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്? ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. താലൂക്ക് ഹോസ്പിറ്റൽ ഇരിട്ടിയുടെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ ശരി. അപ്പോൾ ഇതാണ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ രണ്ടാമത്തെ കാര്യം. കൈ കഴുകുന്നത് മാത്രമല്ല ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. ഗ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ. ഹെൽപ്പ് ഡെസ്ക്. ഓക്കെ ഫൈൻ. പിന്നെ വേറെ മാസ്ക് എന്ന് വിതരണം ചെയ്യുന്നുണ്ടോ ഇൻ കേസ്? വിതരണം ചെയ്യുന്നില്ല. ഞങ്ങൾ പ്രധാനമായിട്ട് അങ്ങനെയുള്ള കേസ് നോട്ട് ചെയ്യുന്ന അവർക്ക് ബോധവൽക്കരണം കൊടുക്കും. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പം ഇത് ബസ് സ്റ്റാൻഡിന് ഒരു വശത്താണ്. അതുപോലെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ വേറെ വശത്ത് എന്നുവെച്ചാൽ അവിടെയാണ് നമ്മളൊരു ഹാൻഡ് വാഷ് നമ്മൾ ആ ഒരു ഭാഗത്താണ്. ബസ് പോകുന്നില്ല, വെള്ള വണ്ടി ഓട്ടോസ്റ്റാൻഡ് അടുത്ത് ആയിട്ട് നമ്മളൊരു ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെ കോർണറിലായിട്ട് ഒന്നും കൂടി ഉണ്ട്. അതൊരു പക്ഷേ ആ വശത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കഴുകാം. ഇതൊരു ഹാൻഡ് വാഷ് കേട്ടോ. ഈ ഹാൻഡ് വാഷ് ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഓരോരോ സംഘടനകളും പിന്നെ ചില കടകളൊക്കെയാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. പക്ഷേ വാടക ഉണ്ടാവില്ല. നമ്മൾ ഈ സ്റ്റാൻഡിന് വാടക ഉണ്ടാവും, ഈ ഡ്രമ്മിന് വാടക ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് മേലെ സ്റ്റാൻഡിൽ പോകും. ചാണകം രാവിലെ തന്നെ ഉച്ചക്ക് തന്നെ വന്ന് ചാണകം ചോദിച്ചല്ലോ പഠിച്ചോണേ. ഇത് താഴെ സ്റ്റാൻഡാണ്. ആ ബസ് കണ്ടോ? ആ ബസ്സിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളൊരു വാഷ് ബേസ് ഉണ്ട്. ഇത് 7ാമത്തെ വാഷ് ബേസ് ഇതിലുണ്ട്. ഇതും 4 പൈപ്പുണ്ട്. ഹാൻഡ് വാഷൊക്കെ ഫുള്ളാണ്. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കഴുകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഹാൻഡ് വാഷ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് കൈ കഴുകേണ്ടതെന്നില്ല അത് കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒന്ന് ഇവിടെ എന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. ഒന്ന് അവിടെ വരുന്നുണ്ട്, ഒന്ന് ഇവിടെ വരുന്നുണ്ട്. അപ്പം 7 എണ്ണമായില്ലേ. ഇനി നമുക്ക് നേരെ മേലെ സ്റ്റാൻഡിൽ പോയി നോക്കാം അവിടെ ഉണ്ടോന്നില്ല. പിന്നെ കേട്ടോ ആൾക്കാരൊക്കെ വന്ന് കഴുകുന്നുണ്ട്. ആരോട് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴുകുന്നില്ല. അതാണ് മലയാളികൾ. നമ്മുടെ സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ വന്ന് കഴുകിയിട്ട് പോയിക്കോളും. പിന്നെ ഈ ചൂടില്ലേ, ഈ നല്ല ചൂടത്ത് നമുക്ക് മുഖമൊക്കെ കഴുകാൻ. പിന്നെ ഈ ബസ് സ്റ്റോപ്പാണ് ശരിക്കും വിരാജ്പേട്ട ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പാണ്. തൂത്തുകുട കർണാടക ബോർഡറിലേക്ക് പോകുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടുത്തെ യാത്രക്കാർക്കൊക്കെ വന്നിട്ട് പിന്നെ ഈ നട്ടപ്പോൾ ഒരു വെയിലത്ത് അവർക്കൊന്ന് മുഖം കഴുകും കൂടി ചെയ്യാമല്ലോ. നല്ല കൈ കഴുകാം, മുഖം കഴുകാം. ഈ ഉപ്പാപ്പൊക്കെ വന്ന് കഴുകുന്നത് അതുകൊണ്ടാണ്. നല്ല വെയിലാണ്, വെയിലത്തൊരു ആശ്വാസം കൂടിയായി. എന്നുവെച്ചാൽ ആൾക്കാർ കഴുകുന്നുണ്ട്. ഈ സാധനങ്ങളൊന്നും വെറുതെ വെച്ചതല്ല എന്നുള്ള തെളിവാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഇവരിവിടെ ഓറഞ്ച് വിൽപ്പനക്കാർ നമ്മുടെ നാട്ടിലിപ്പോൾ. ഈ ഇത് ആർക്ക് എടുത്തെടുക്കാൻ വെച്ചതാണ്? കസ്റ്റമേഴ്സിനല്ലേ വേണ്ടവർക്ക് എടുത്തെടുക്കും. അടിച്ചോ, വെറുതെ അല്ലേ അടിച്ചോ. ഒന്ന് അടിച്ചോ. 500 രൂപ നമ്മുടെ നാട്ടുകാരൻ കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. കാരണം ഇവരുടെ കസ്റ്റമേഴ്സിനല്ലോ. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് അടിച്ചോ. കാരണം ഓറഞ്ച് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ തൊടുന്നില്ലല്ലോ. അപ്പോൾ സേഫ്റ്റി നല്ലതല്ലേ. പുറത്തിലെ നാട്ടുകാരെ കൊറോണ നമുക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ഇട്ടിക്കാർക്ക് പുറത്തിലെ കൊറോണ വേണ്ട പറ, ഇരുട്ടിയിലേക്ക് വേണ്ട. അതിന് വേണ്ടി നമ്മളെപ്പോഴും കൈ സ്പ്രേ അടിച്ചിട്ട് കൈ വൃത്തിയാക്കിക്കും അല്ല. നീ പറയണ്ട കൊറോണയെ പറ്റി. കൊറോണ നമ്മൾ എന്താ പറയുക, ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അത്രേ ഉള്ളൂ. ഇരുട്ടിക്കാർക്ക് മട്ടന്നൂരുള്ള കണ്ണൂരുള്ള ഗൾഫിലുള്ള കൊറോണ നമുക്ക് ഇരുട്ടിക്കാർക്ക് വേണ്ട. മുഖ്യമന്ത്രി വളരെ മാതൃകാപരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം കൊറോണ പോലെ ഒരു മാരക രോഗത്തെ നമുക്ക് കേരളത്തിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായും നമുക്കിവിടെ തന്നെ അവസാനിപ്പിക്കാവുന്നതാവും. താങ്ക് യു മിസ്റ്റർ തൻവീർ ഭായ്. അപ്പോൾ നമുക്കിനി ഇനിയുടെ വാഷ് ബേസിൽ മോള് വാഷ് ബേസ് ഉണ്ടോ? ബസ് സ്റ്റാൻഡിലെല്ലാം കഴിഞ്ഞു. മേലെയുടെ ഉണ്ട് ഇനി. ഓക്കെ, അതും എടുക്കാം. ഇത് നമ്മുടെ മേലെ സ്റ്റാൻഡാണ്. കാരണം ഇതൊരു ബസ് സ്റ്റോപ്പ് ആട്ടോ. ബസ്സുകൾ വന്ന് നിർത്തുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാൻഡിൽ കാണുന്ന 8ാമത്തെ വാഷ് ബേസാണ്. 8ാമത്തെ വാഷ് ബേസ് കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവും, നമുക്ക് നോക്കണ്ട. പിന്നെ വെള്ളമൊക്കെ നല്ല വെള്ളമാണ്. അങ്ങനെ ഒരു ഡയറക്റ്റ് വെള്ളം വരുന്നുണ്ട്. പൈപ്പ് ഇവിടെ പോകണമെന്നില്ല. പിന്നെ ഇവിടെ അതുപോലെ കൈ എങ്ങനെ കഴുകണം എന്ന് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ കഴുകുന്നുണ്ട്. എല്ലാവരും വന്ന് കഴുകാൻ വേണ്ടി മുൻഗണന എടുക്കുന്നുണ്ട്. അവിടെ ഇതൊരു ബസ് സ്റ്റോപ്പാണ്. KSRTC ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. ബസ്സിലൊക്കെ ആൾക്കാർ കുറവാണ്. മെയിനായിട്ട് കണ്ടോ നിങ്ങൾ, ഈ ബസ്സിൽ ഓരോ സീറ്റിൽ ഓരോ ആൾക്കാർ, 2 ആൾക്കാർ വെച്ച് ഇരുത്തം കുറവാട്ടോ. അത് വളരെ നല്ലൊരു കാര്യം. ഇത് സിംഗിൾ സീറ്റിൽ ആൾക്കാർ യാത്ര ചെയ്യും. അപ്പം 8 കഴിഞ്ഞു. 8 വാഷ് ബേസ് കഴിഞ്ഞു. ഇനി നമുക്ക് 9ാമത്തെ എവിടെ ഉണ്ടോ നോക്കാം. അതുപോലെ ഞാൻ 8 കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷിക്കാതെ ഒന്നും കിട്ടും. ഇത് 9ാമത്തെ കേട്ടോ. ഇതിവിടെ ഓട്ടോക്കാരാണ്. നമ്മുടെ ഓട്ടോക്കാരെ വക ചെറിയൊരു 9ാമത്തെ. ഇവിടെ ഇതിലും കൈകാനുള്ള സംഭവമുണ്ട്. അതുപോലെ ഇവിടെ ഹാൻഡ് വാഷ് ഉണ്ട്. പെട്രോളിൻ്റെ നല്ല അടിപൊളി ഹാൻഡ് വാഷൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങോട്ട് കാണാം അല്ലെങ്കിൽ വേറെയൊക്കെ കാണാം. ആർക്കും ഇവിടെ വന്നിട്ട് ആരെ വെള്ളം നിറക്കുന്നവരത് നിങ്ങളാണ് നിറക്കുന്ന. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൗണിൽ നമ്മുടെ 9ാമത്തെ ഹാൻഡ് വാഷ് ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. 9ാമത്തെ ഹാൻഡ് വാഷാണ്. ചെറുതും വലുതുമായിട്ട് നമുക്ക് കിട്ടിയത്. ഇനി നോക്കട്ടെ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ. അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുറത്തില്ലേ കൊറോണ നമുക്ക് ഇരുട്ടിക്കാർക്ക് വേണ്ടല്ലോ.
വേണ്ട, ഇരിട്ടിക്കാർക്ക് പുറത്തുള്ള കൊറോണ വേണ്ട. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം നമ്മൾ ചെയ്തിട്ടില്ലേ പയഞ്ചേരി മുക്ക് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ അവിടെ തന്നെ നമ്മൾ ആദ്യം ചെയ്തത്. ഞാൻ പറഞ്ഞ കണ്ണൂർ റോഡ് എന്നൊക്കെ പറഞ്ഞ ആ റോഡായത്. ഇതാണ് പയഞ്ചേരി മസ്ജിദ് കേട്ടോ. പയഞ്ചേരിയിലുള്ള ജുമാ മസ്ജിദാണ്. ആ ജുമാ മസ്ജിദിൻ്റെ പുറത്ത് വശമായിട്ട് ഇവിടുത്തെ ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് ഇവർ ഒരു ഹാൻഡ് വാഷിന് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ നല്ല നട്ടപ്പൊരു വെയിലത്ത് വെള്ളം ഇങ്ങനെ തൊടുമ്പോൾ പ്രത്യേക സുഖമാണ്. അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് വാഷും കൂടി ചെയ്ത് കഴിഞ്ഞാലോ കൊറോണ ഗോ കൊറോണ കണ്ടോ. പള്ളിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്, പള്ളിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും വന്നിട്ട് ഇവിടെ കഴുകിയിട്ട് പോകും. പിന്നെ വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി അവർ താഴെയിൽ കല്യാണ വീടുകളിലൊക്കെ ഇതിൽ ഓലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഈ സെറ്റപ്പ് ആട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തി കണ്ടോ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാ ഹാൻഡ് വാഷിനും ഞാൻ കഴിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൊറോണ ഇല്ല. അപ്പം നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ മറ്റുള്ള സ്ഥലങ്ങളിലെ കൊറോണ ഇരിട്ടിയിൽ വേണ്ട, ഇരിട്ടിയിലെ കൊറോണ എൻ്റെ വീട്ടിൽ വേണ്ട. അതാണ് എൻ്റെ ഒരു മുദ്രാവാക്യം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുന്നതും കയ്യിൽ ഇതേ പോക്കറ്റിൽ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഈ ഒരു സ്പിരിറ്റ്, സർജിക്കൽ സ്പിരിറ്റ്, ക്ലിനിക്കൽ സ്പിരിറ്റ് എടുത്ത് കിടക്കുന്നത് അതുകൊണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, അതുപോലെ ഷോപ്പുകാരൊക്കെ ബിസിനസ്സുകാരൊക്കെയാണ് ഇവിടെ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അവരോടൊക്കെ ഒരുപാട് നന്ദി. 10ഓളം ഹാൻഡ് വാഷുകൾ ഇപ്പോൾ ഉണ്ട്. അത് 100 ആവട്ടെ 100,000 ആവട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കടക്കാരോടാണ്, എന്നുവെച്ചാൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരോടാണ്, നിങ്ങളുടെ ബിസിനസ് പരമായ എല്ലാ പരസ്യവും നിങ്ങളിട്ടോ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കടയുടെ പരസ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ഓഫർ ഉണ്ടെങ്കിൽ ഓഫർ പരസ്യം ഇട്ടോ, എന്ത് പരസ്യമാണെങ്കിൽ നിങ്ങളിട്ടോ, നിങ്ങൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ. ഞങ്ങളുടെ നാട്ടുകാർക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ നാട്ടുകാർക്ക് കൈ കഴുകാനൊരു വാഷ് ബേസും ഒരു ഹാൻഡ് വാഷും കുറച്ച് വെള്ളവും കിട്ടിയാൽ മതി. നിങ്ങളത് അറേഞ്ച് ചെയ്യും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് വേണം വെച്ചാൽ കുഴപ്പമില്ല. അതിനൊന്നും നമ്മളെതിരല്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ഈ ഒരു വിപത്ത് എല്ലാവർക്കും സ്പ്രെഡ് ആവാതെ പടരുക, അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പം എല്ലാവരുടെ റിക്വസ്റ്റ് കൂടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഞായറാഴ്ചയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു വാടക ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ഇന്ന് ലീവാണ്, നാളെ വാടക ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും. വെള്ളം അറേഞ്ച് ചെയ്താൽ മതി. നിങ്ങളൊന്ന് ഫിറ്റ് ചെയ്യട്ടോ. അതുപോലെ വിദേശത്ത് നിന്ന് വരുന്നവരാണ് നിങ്ങൾ, തീർച്ചയായിട്ടും ദയവ് ചെയ്ത് വളരെ വലിയ അഭ്യർത്ഥനയാണ്. കാരണം പ്രവാസികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു അഭ്യർത്ഥനയായിട്ട് വന്നത്. ഇപ്പോൾ കാസർഗോഡൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കരുത്. നിങ്ങളുടെ നാട്ടിൽ വന്നാൽ നിങ്ങൾ ഒരു 10-15 ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിനുള്ളിൽ കഴിയട്ടോ. നമ്മുടെ നാടിന് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് ഇനി ജീവിതത്തിൽ അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വന്നാൽ, ഇവരാണ് വ്യക്തികളെന്ന് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അവരുടെ കുടുംബത്തിൽ എത്രത്തോളം നാണക്കേടുണ്ടാവും. കാരണം അവരുടെ തെറ്റുകൊണ്ട് വന്നതാണ്. അവർ വന്ന് 15 ദിവസം വീട്ടിനകത്ത് കിടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അസുഖമുണ്ട് ഇല്ല വിഷയമല്ല. 15 ദിവസം വീട്ടിനകത്ത് കിടക്ക്. ഇപ്പോൾ ആ 2 വ്യക്തികളാണ് എത്ര ആൾക്കാരുടെ ജീവിതം പോകുന്നത്. മരണം വരെ അത് നാട്ടുകാർ മറക്കുമോ അല്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യട്ടോ. അപ്പം എന്താ പറയുക, എല്ലാവരും ഹാൻഡ് വാഷ് സെറ്റ്, പിന്നെ പുതിയ ഐഡിയൽ സെറ്റ്, ക്ലബ്ബുകാരും രാഷ്ട്രീയ പാർട്ടികളും കടക്കാരും എല്ലാവരും ഹാൻഡ് വാഷുകൾ സെറ്റ്. കൊറോണ വിമുക്ത കേരളം. ഗോ കൊറോണ, കൊറോണ ഗോ. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.